ഞാൻ ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടില് പറയാതെ ഇവിടെ നിന്ന് പോവാണ്. അപ്പൊ നമ്മളെ മാമ പോവാനായിട്ട് പോവാണ്. ആ പെട്ടിയൊക്കെ കെട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് നാലെണ്ണം ആകുമ്പോഴത്തേക്ക് 2 കിലോയായി. അണ്ണനാണ് പെട്ടി കെട്ടുന്നത്. അണ്ണൻ ഭയങ്കര പെട്ടി കെട്ടുകാരനാണ്. ഒരുപാട് പെട്ടികളൊക്കെ കെട്ടിക്കൊടുത്ത ആളാണ് അണ്ണായി. തമിഴ്നാട്ടുകാരൻ, നമ്മുടെ സ്വന്തം അണ്ണൻ റഫീഖ്, മലപ്പുറം. பாபா என்ன பாபா நீங்க எங்க பாபா வந்து எப்படி பாபா காணிச்சு கொடுங்க அண்ணன் காணிச்சு கொடுங்க எப்படி பாபா பாபா பேக் எடுக்கணும் பாபா எடுத்து சீக்கு பாபா ஹலோ சார் வணக்கம் சார் அப்படி போயிட்டே இருக்குன்னு இப்படி எடுத்து இப்படின்னு வெச்சேன்னு இப்படின்னு வெச்சேன்னு இதாயிரு. അപ്പൊ ഗൈസ് നമ്മള് നാട്ടില് പറയാതെ ഇവിടെ നിന്ന് പോവാണ്. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരുടെ റൂമിൽ കൊണ്ടുപോയിട്ടാണ് ഈ പെട്ടി കെട്ടാനായിട്ട് പോണത്. അപ്പോ നമ്മുടെ മാമ എന്തായാലും നാളെയാണ് പോണത്. മാമാർ അതേ ഫ്ലൈറ്റിലാണ് ഞാനും പോണത്. അപ്പോ മാമാക്ക് അറിയില്ല, വീട്ടുകാർക്ക് അറിയില്ല, കൂട്ടുകാർക്ക് അറിയില്ല, ആർക്കും അറിയില്ല. എനിക്കും എന്റെ അളിയനും മാത്രം, പിന്നെ നമ്മുടെ റഫീഖിനും മാത്രമേ അറിയൂ ഈ സംഭവം. എന്തായാലും അവരെ ചായ കുടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടതിന് ശേഷമാണ് നമ്മൾ വണ്ടിയായിട്ട് സാധനമായിട്ട് നമ്മുടെ കൂട്ടുകാരുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് നമ്മുടെ കൂട്ടുകാരുടെ റൂമിൽ കൊണ്ടൊന്ന് പെട്ടി കെട്ടാൻ വേണ്ടി പോകാൻ ഇതാണ് നമ്മള്. ഗൈസ് അളിയ ഈത്തപ്പഴം. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്രയിലാണുള്ളത് കേട്ടോ. വക്രയില് മീൻ കഴിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളതാണ്. മീൻ കഴിക്കാൻ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മാമ നാട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ റൂമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് നാട്ടിലേക്ക് പോയാലും അവരുടെ പുളം നമ്മൾ ഫുഡ് കഴിക്കും. അതാണ് നമ്മുടെ റൂമിന്റെ പ്രത്യേകത. അപ്പൊ ഇന്ന് മാമ നാളെ പോകുന്നതുകൊണ്ട് മാമയെ പുറം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും പോവുകയാണ്. ഇത് അവരറിഞ്ഞിട്ടില്ല, സസ്പെൻസ് ആണ്. അപ്പൊ ആ വകയിലും കൂടിയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഈക്വൽ ഷെയറിൽ ഫുഡ് കഴിക്കും. പക്ഷെ ഞാൻ പോകുന്ന ആരും മാമ അറിയില്ല, വേറെ ആർക്കും അറിയില്ല. അപ്പൊ നമ്മളിവിടെ വക്രയിൽ മീൻ കഴിക്കാൻ വന്നതാണ്. അപ്പൊ സെർവർ ഉണ്ട്, പക്ഷെ സെർവറിന്റെ കയ്യിലല്ല, നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാ കഴിച്ചോളിയാ, വെച്ചോ, പാർട്ടി ഇടക്കട്ടെ. അതാ വന്ന് ഇതെടുത്തോ വെച്ചോളി. ഫ്ലാഷ് എടുത്താൽ മതി, വെട്ടമുണ്ടാവും. റഫീഖ് പറയുന്ന ബാക്കിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല, ഫ്രണ്ടിലോട്ടൊന്ന് മാറ്റി ഇറണമെന്നാണ് പറഞ്ഞത്. റഫീഖ് ഇന്നലെ രാവിലെ മുതലേ ഒന്നും കഴിച്ചിട്ടില്ലെന്ന. അണ്ണനും രാവിലെ മുതലേ കിച്ചൺ ബന്ധാണ്. അണ്ണൻ രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് അയാൾ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല, ഉച്ചയ്ക്ക് കഴിച്ചില്ല. ഇതിപ്പോ രാത്രി വൈകിട്ടൊന്ന് ആറുമാച്ച് കഴിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കണത്. അതെ, അപ്പൊ നമ്മള് നീ ഷീബാസ് അല്ലേ പറഞ്ഞത്? ഷീബാസാണ് നമ്മള് സെറ്റ് ചെയ്തിരിക്കണത് കേട്ടോ. ഷീബാസ് റെഡി. നമ്മുടെ ബാക്കി സാധനം കൂടെ വന്നിട്ടുണ്ട്. റൈസ് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഈ റൈസ് എത്ര പേർക്ക് കഴിക്കാം? റൈസ് എടുത്ത് അപ്പുറത്ത് പോയി. അത് തന്നെ നല്ലത്, അവർക്ക് കൊടുക്കണ്ട. ഇത് ഈ 3 ഞാനും എന്റെ അളിയനും. അളിയ ആക്റ്റീവായിട്ടില്ല. അളിയ പറഞ്ഞ ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കൈ കൊണ്ടുവയ്ക്കല്ലേ, കൈ വെട്ടോന്ന് പറഞ്ഞിട്ടുണ്ട്. അളിയൻ പറഞ്ഞാണ് കൈ വെട്ടോന്ന്. അളിയൻ ബാക്കിയെല്ലാം പറക്കി വേളിയാ, ഇത് സാധനങ്ങൾ പറക്കിയ. മീൻ നല്ല എരിവ, ഭയങ്കര എരിവ് അല്ലേ, പച്ച അല്ലേ. ഓ എരിവ് വേറെ അല്ലേ അവര്. എല്ലാരും ഉഷാറല്ലേ? എന്താ പറയാ, കൈ വെക്കണം. നിന്നൊരു രാഷ്ട്രീയക്കാരനാ, ചട്ടണിയൊന്നുമില്ല. അപ്പൊ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. അണ്ണൻ അവിടെ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞ് മീനിന്റെ അടപടല ഒഴിവാക്കി. ഇപ്പൊ പോരാഞ്ഞിട്ട് അണ്ണൻ എന്താ ഒരു റൈസും കൂടി പറഞ്ഞിട്ടുണ്ട് ഇനി എക്സ്ട്രാ. അപ്പൊ ആ റൈസും കൂടി പോരും കണ്ട. ആ സൈഡ് നമ്മളിവിടെ തുടങ്ങിയതേ ഉള്ളൂ. കരിമ്പും കണ്ടത്തിൽ ആന കയറി കണക്കാൻ അവിടെ അണ്ണന് അണ്ണന്റെ പേര് പറഞ്ഞിട്ടാ സലീം ഭായി അടിക്കണത്. ഏതാ മുതലായി വീഡിയോയിലൊന്ന്. ഓ റഫീഖിനും ഒരു പേടിയും പേടിക്കുന്നുണ്ട്. നമുക്കേ തോല് മാത്രമേ തന്നോളൂ, മീൻ തന്നില്ലേ, തോല് മാത്രം ആയിപ്പോയിന്ന്. ഇത് തോല് മാത്രമേ തന്നോളേ, ജിഞ്ചർ ലെമൺ
ജിഞ്ചർ ലെമോണേ ലെമൺ അണ്ണനെ ജ്യൂസ് ജിഞ്ചർ ലെമോൺ നിനക്ക് 1 2 നൂർക്കാക്ക് ലെമൺ വേണ്ട. എന്റെ അളിയൻ ആദ്യം വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ അളിയൻ ഒന്നും നോക്കിയില്ല. അളിയൻ കരയാണ്. അളിയൻ പറഞ്ഞേ നമ്മുടെ പ്ലേറ്റ് ഒക്കെ ഇവിടെ ഉണ്ട്, കണ്ട ഇതൊക്കെ ഫിനിഷാണ്. അളിയൻ എന്താ ഒരെണ്ണം എടുത്തു വെച്ചിട്ട് അളിയനെ കാട്ടി ഉണ്ടാ മീന്. എന്താ അളിയ ആ തോലെങ്കിലും അവിടെ ഇരിക്കട്ടെ അളിയാ, വെയ്യളിയാ. നമ്മളെ ജ്യൂസ് വന്നു. ജ്യൂസ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ലെമൺ ജ്യൂസ് കുടിക്കണമെന്ന് പണ്ടേ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ആ ഉമ്മ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നമ്മളത് പാലിക്കും. ഇത് ഐസല്ലേ, എൻ്റെ അളിയന് ഐസ് വേണമെന്ന് നിർബന്ധം. പിന്നെ അളിയൻ്റെ ആഗ്രഹമല്ലേ, എന്തായാലും അളിയാ കുടി അളിയാ വിചാരിക്കണം. തീർന്നില്ലല്ലോ, ഇത് കുറെ നേരമായിട്ട് തുടങ്ങിയിട്ട്. വല്ല നടക്കോ? മീൻ കഴിച്ചിട്ടാണോ ഫുഡ് കഴിച്ചിട്ടാണോ എല്ലാരും? ഇതെന്തത് എന്റെ മോനെ, ഏത് സിമിത്തേരി ഇത് പൊളിച്ചത്? ഇത് അവിടെ എന്തത് ഓലെ? നമ്മളിവിടെ നിന്ന് ഒന്നുമില്ല. അളിയൻ വിയർത്ത് എന്ത് അധ്വാനിച്ച. തിന്ന് ക്ഷീണിച്ച് കൈ കഴുകിട്ട് വീട്ടിൽ പോവാതെ എല്ലാരും പൈസ ഒന്നും ഇല്ലെന്ന്. കഷ്ടം. എരിവ് കൂട്ടിയിട്ട് ആരും കഴിപ്പ് കുറച്ചൊന്നും ഇല്ലല്ലോ. എരി കൂടിയിട്ട് പാത്രത്തിൽ ബാക്കിയൊന്നും ഇല്ലല്ലോ, എല്ലാരും അടിച്ചില്ലേ? കഷ്ടം. അത് തന്നെ. അല്ല അത് മീൻ കഴിച്ചിട്ടാണ്. മീൻ നല്ല പിടുത്തല്ലായിരുന്നോ? വാലും തലയും കൂടെ ഒരുമിച്ച്. ഇല്ലല്ലേ, ടിഷ്യൂ പേപ്പർ ഇതാ, ഞാൻ എടുത്തോളാം, വാങ്ങിച്ചോളാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഇവിടെ വരിക, കുറച്ച് ജീരകം ഉണ്ടായും കുറച്ച് ജീരകവും മീനിന്റെ നാട്ടം മാറാൻ വേണ്ടിയിട്ടാണ്. അതല്ലേ മീനിന്റെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടല്ലേ ഇത്. പത്രാശം അടിച്ചു നോക്കാം, കുഴപ്പമില്ല. അങ്ങോട്ട് മണം കൊണ്ട് മാറുന്നില്ല. ഇവിടെ കൊണ്ടോ വെറുതെ ഇട്ടല്ലേ. ഇതിലടിക്കാമോ ഉടുപ്പില്? ബില്ല് ആണാ എന്നാ കൊടു. ജ്യൂസ് 5 ഓക്കെ. എത്ര വെള്ളം എടുത്ത്? 4 വെള്ളം. പിന്നെ മീനും പാത്രമൊക്കെ അറിയാലോ, അത്രയും അത്രല്ലേ. ഇനിയിപ്പോ അവസാനം നമ്മൾ കള്ളം പറഞ്ഞ് പറയല്ലോ. കൊള്ളോളെ ആരാ ഫുഡ് കഴിച്ചു പിരിഞ്ഞു പോവുകയാണ്. അപ്പൊ എല്ലാരും പല ദിശയിലേക്ക് വന്നപ്പോ എല്ലാരും ഒരുമിച്ചാണ് വന്നതെങ്കിൽ ഫുഡ് കഴിച്ചു വന്നപ്പോഴത്തേക്ക് എല്ലാരും തിരിഞ്ഞാണല്ലോ വന്നത്. എന്തേ ഒരു ഒത്തൊരുമ ഇല്ലാത്തത്? ഫുഡ് കഴിച്ചപ്പോ എല്ലാവർക്കും വേറെ വിത്ത് പോയാ. ചില്ലറ കിട്ടി, ബാക്കി 10 ഇട്ടപ്പോ കാർഡോട് തരി. നിങ്ങൾ ചില്ലറ മാത്രം തന്നിട്ട് കാര്യമില്ല, നമുക്ക് ഇറങ്ങി പോണേ കാർഡോട് വേണം. ഓക്കെ, താങ്ക് യു, പോണേ, ബൈ. ഇപ്പോ നമ്മളെ പിള്ളേരെ നമുക്ക് അവിടെ വേണ്ടി വെയിറ്റ് ചെയ്യണല്ലേ മാസ് പ്രൊഡക്ഷന്റെ. അപ്പൊ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി നമ്മൾ മാസ് പ്രൊഡക്ഷന്റെ പിള്ളേരെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. വീട്ടിൽ പോകെ കിടന്ന് ഉറങ്ങണം. ഐസ്ക്രീം പാതിരാത്രിക്ക്. സമയം എത്ര മണി? 11:20. അപ്പോൾ നമ്മൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് അപ്പം മാസ് പ്രൊഡക്ഷന്റെ പിള്ളേർ ഇവിടെ ഇങ്ങനെ വണ്ടിയിലിരിക്കുകയാണ്, ഐസ്ക്രീം കഴിച്ച്. എന്താണ് മുടിയൊക്കെ കിടക്കണ ഏതാ കോലം? അളിയാ നീ അവിടെ നിന്ന് മീൻ കഴിച്ചില്ല അളിയാ, ഇനി ഐസ്ക്രീമും കൂടിയാ? മോനെ ഏതാ ലെവല്?